സുഭാഷ് ചന്ദ്രബോസിന് പോലും ഉപജീവ്യനായിരുന്ന തിരുവനന്തപുരത്തുകാരനായ ഡോക്ടർ ചെമ്പകരാമൻപിള്ള, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജർമ്മനി കേന്ദ്രീകരിച്ച് സംഘടന ഉണ്ടാക്കുകയും അവിടെ ഇരുന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അദ്ദേഹം അവസാനം കൊല്ലപ്പെടുന്നുണ്ട്, അല്ല മരിച്ചതാണെന്ന് പറയപ്പെടും. എന്തായാലും അദ്ദേഹത്തിന് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം കൂടെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ, ചെമ്പകരാമൻപിള്ളയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി അതിലാവേശം കൊണ്ട് സമര രംഗത്തേക്ക് വന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഗോപാലപിള്ള എന്ന വിദ്യാർത്ഥി. ഈ ഗോപാലപിള്ളയുടെ സ്വന്തം സ്ഥലം മാവേലിക്കരയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി വന്നത് കാരണം തന്നെ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ ഉണ്ടാവുകയും അങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നേരെ ശ്രീലങ്കയിലേക്ക് വണ്ടി കയറുകയും ചെയ്തു. വള്ളത്തിൽ കയറി ശ്രീലങ്കയിലേക്ക് പോവുകയും ചെയ്തു. ശ്രീലങ്കയിൽ ചെന്നതിന് ശേഷം ജർമ്മൻകാരനായ ഒരു ദന്ത ഡോക്ടറുടെ സഹായിയായി കൂടുകയും അങ്ങനെ അവിടെ 3-4 കൊല്ലം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൽ അദ്ദേഹം ഒരു ദന്താശുപത്രി സ്ഥാപിക്കുന്നു. ആ ദന്താശുപത്രിയുടെ ഡോക്ടറായി അദ്ദേഹം കണ്ടെത്തിയത് മിഷിമാര എന്ന ജപ്പാൻകാരിയാണ്. മിഷിമാര എന്ന ജപ്പാൻകാരി അവിടെ ഇരുന്നു കൊണ്ട് ദന്ത ചികിത്സ നടത്തുകയും അതിൻ്റെ സഹായിയായി ഈ നമ്മുടെ ഗോപാലപിള്ള പ്രവർത്തിക്കുകയും ചെയ്തു വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മിഷിമാര നേരെ എറണാകുളത്തേക്ക് മാറുന്നു. അവരുടെ ചികിത്സാ കേന്ദ്രം എറണാകുളത്തേക്ക് മാറിയപ്പോൾ ഈ ഗോപാലപിള്ള എന്ന സഹായിയായി 2 ദന്ത ഡോക്ടറുടെ സഹായിയായി പ്രവർത്തിച്ച ഇദ്ദേഹം പേര് മാറി ഡോക്ടർ G.O. പാൽ എന്ന് ബോർഡ് വെച്ചു. അങ്ങനെ ഡോക്ടർ G.O. പാൽ എന്നുള്ള പേരിൽ ആ ബോർഡ് ഈ അടുത്ത കാലം വരെ, ഏതാണ്ട് 2000 വരെ ആ ബോർഡ് അവിടെ തൂങ്ങിയിരുന്നു, 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ. ഈ ഡോക്ടർ G.O. പാൽ എന്ന പേരിൽ അദ്ദേഹം ആശുപത്രി ആരംഭിക്കുകയും ആ ആശുപത്രിയോട് ചേർന്ന് 4 മുറികളുള്ള ഒരു കെട്ടിടം ലോഡ്ജായി പരിവർത്തിപ്പിക്കുകയും ചെയ്യും. ആ കാലഘട്ടത്തിലാണ് നാരായണ ഗുരു നമ്മുടെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഏതാണ്ട് വിശ്വപ്രസിദ്ധനായി വരുന്നൊരു കാലഘട്ടം.